എൻസൈക്ലോ വിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധി യോജനയുടെ 6000 രൂപ വീതം ലഭിക്കുന്ന വീടുകളാണ് നിങ്ങളുടേത് എങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അടുത്ത ഇൻസ്റ്റാൾമെന്റ്, അതായത് 21ാമത്തെ ഇൻസ്റ്റാൾമെന്റിന്റെ വിതരണ തീയതിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നിരിക്കുകയാണ്. അതായത് 21ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള 2000 രൂപ ദീപാവലി സമ്മാനമായിട്ട് രാജ്യമെമ്പാടുമുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് വിതരണം ചെയ്യുന്നതാണ്. നിലവിലെ 21ാമത്തെ ഇൻസ്റ്റാൾമെന്റ് പ്രത്യേക സാഹചര്യങ്ങളിൽ ചില സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചാബ് ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് സെപ്റ്റംബർ മാസം 26ാം തീയതിയോടുകൂടി തന്നെ ഇതിന്റെ ഒരു വിതരണം നടത്തിയിരുന്നു. അതായത് അടിയന്തരമായിട്ട് അവർക്ക് ധനസഹായം ലഭ്യമാകേണ്ട സാഹചര്യത്തിലാണ് നേരത്തെ തന്നെ അവർക്ക് വിതരണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി ബാക്കിയുള്ള എല്ലാ കർഷകർക്കും, അതായത് ഏകദേശം 10 കോടിക്ക് അടുത്ത കർഷകർക്ക് ഈ ഒരു ആനുകൂല്യം ദീപാവലി ദിവസത്തിന് മുൻപ്, ഒക്ടോബർ 20ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ എത്തിച്ചേരുമെന്നുള്ള സൂചനകളാണ് ലഭ്യമായിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് നിരവധി കർഷകർ, ഏകദേശം 25 ലക്ഷത്തിനടുത്ത് വരുന്ന കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സഹായമാണിത്, കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം. അപ്പോൾ ഈ ഒരു ധനസഹായം ഈ ഒരു പ്രാവശ്യം മുതൽ ലഭിക്കണമെങ്കിൽ കർഷകരെല്ലാവരും വ്യക്തിഗത ഫാർമേഴ്സ് ID ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അറിയിപ്പ് നൽകിയിരുന്നു. അതായത് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ രജിസ്ട്രേഷൻ ചെയ്ത് കർഷക ID എടുക്കുന്നതിനാണ് കർഷകരോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങൾക്കും, അതായത് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വളം സബ്സിഡി പോലുള്ള ആനുകൂല്യങ്ങൾ, യന്ത്ര ഉപകരണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സബ്സിഡി ലഭിക്കുന്നതിന്, അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം, ഇങ്ങനെയുള്ള പദ്ധതികളിലേക്കെല്ലാം തന്നെ അപേക്ഷ വയ്ക്കുമ്പോൾ കർഷകർക്ക് ഒരു ഏകീകൃത നമ്പർ നൽകുകയാണ്. ഓരോ കർഷകനും ഒരു ഏകീകൃത നമ്പർ ഈ ഒരു പ്രാവശ്യം നൽകുന്നതാണ്. ഈ ഒരു തവണ 21ാമത്തെ ഇൻസ്റ്റാൾമെന്റ് വിതരണം ചെയ്യുമ്പോൾ കർഷക ID ജനറേറ്റ് ചെയ്തിട്ടുള്ള കർഷകർക്കായിരിക്കും മുൻഗണന നൽകുന്നത്. ബാക്കിയുള്ള കർഷകരെ ഉൾപ്പെടുത്തുമോ എന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള അറിയിപ്പ് നൽകിയിട്ടില്ല. ചിലപ്പോൾ അവരെ കൂടി പരിഗണിക്കുന്നതാണ്. ഈ ഒരു പ്രാവശ്യം കൂടി ഇളവുകളോടുകൂടി പരിഗണിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കർഷക ID എടുക്കാത്തവരാണ് എങ്കിൽ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ അപ്ഡേറ്റുകൾ ചെയ്ത് കർഷക ID ജനറേറ്റ് ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.